ഹലോ, ഞാൻ ഇന്ന് ബറാത്തിൻ്റെ ദിവസത്തെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിത് എപ്പോൾ അപ്ലോഡ് ആക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ബറാത്തിൻ്റെ ദിവസത്തെ വീഡിയോ ആണിത്. രാവിലെ എണീച്ചിന് നോക്കും, മുറ്റത്ത് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. ശർക്കരക്കഞ്ഞിക്കുള്ള തേങ്ങാപ്പാലിടെ സെറ്റാക്കുന്നുണ്ട്. രാവിലെ തന്നെ എണീക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ ചക്കരക്കഞ്ഞി വെച്ചിട്ട് രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. അതിനും ചക്കരക്കഞ്ഞി സെറ്റാക്കുന്നുള്ളതാണ്. സപ്പു എണീച്ച സപ്പൂട്ടാ. മക്കളെല്ലാം നല്ല ഉറക്കിലാന്ന് ഗേസ്. അങ്ങനെ എൻ്റെ മോൻ്റെ മദ്രസയിൽ പോകേണ്ട ടൈമായി. അങ്ങനെ അവനെ വിളിക്കാൻ വരുന്നതാണ് ഞാൻ. എൻ്റെ മോനുണ്ടാ പായസം ഇട്ടിട്ട് അളക്കുന്നത്. അങ്ങനെ നമ്മൾ ചക്കരക്കഞ്ഞെല്ലാം സെറ്റായിക്കൊണ്ട് വരുന്നുണ്ട്. ഒരാൾ ഉറങ്ങി എണീച്ചിട്ട് ഇവിടെ നോക്കുന്നുണ്ട്, രണ്ടാമത്തെ ആളും ഇവിടെ ഉറങ്ങി എണീച്ചിന്. അങ്ങനെ ഉമ്മ ഓരോരോ പെരക്കിയായിട്ട് കൊണ്ടുകൊടുക്കാൻ പോകുന്നുള്ളതാണ്. അപ്പം എൻ്റെ കുഞ്ഞ് കരഞ്ഞിട്ട് ബേക്കിൽ തന്നെ പോകുന്നുള്ളതാണ്. മോനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ മധുരത്തിൻ്റെ സാധനമല്ലോ നല്ലൊരു പായസം വേണാണ്ട് കുടിക്കുന്നതെന്നുള്ളത്. പക്ഷേ ഈ പായസം അങ്ങനെ ഇഷ്ടമല്ല. എന്നാലും ബറാത്തിന് നമ്മളെ പെരക്കുണ്ടാക്കിയതല്ലേ, ഞാനൊരു ഗ്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് ഗൈസ്. അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ അനിയത്തീൻ്റെ മോളെ കുഞ്ഞിൻ്റെ കോടി ബറാത്താണ്. അങ്ങനെ നമ്മൾ പോവാൻ റെഡി ആയിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞ് ബറാത്തിൻ്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല ഉറക്കിലാണ്. ഇങ്ങനത്തെ ഷെഡിങ് കുപ്പായം 3 എണ്ണം വാങ്ങിയിന് കുഞ്ഞിക്ക്. അങ്ങനെ നമ്മൾ അളാമാൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളതാണ്. അളാമാൻ്റെ മോളെ കുഞ്ഞിൻ്റെ കോടി ബറാത്താണ്. അങ്ങനെ അവിടെ എത്തി നമ്മൾ ചിക്കു ജ്യൂസ് എല്ലാം കുടിച്ച് പിന്നെ ഞാൻ ഫുഡ് എന്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾക്ക് നെയ്ച്ചോറ്, ബീഫ് കറി, പിന്നെ ചിക്കൻ്റെ മസാല, ബിരിയാണീൻ്റെ മസാല, പിന്നെ കച്ചമ്പർ, പിന്നെ ഈ നാട്ടിൽ മാത്രമാണ് ഞാൻ അധികം കണ്ടത് പായസം, വാഴക്കക്കറി എന്ന് പറഞ്ഞൊരു പായസം. അത് ഇവിടെ എല്ലാവരും ബറാത്തിന് ഉണ്ടാക്കും. അങ്ങനെ അതെല്ലാം ഇതാക്കി അതെല്ലാം ഞാൻ നോക്കി വന്നതിന് ശേഷം അപ്പോഴത്തേക്ക് ഓളെ ഹസ്ബൻഡിൻ്റെ ഉമ്മ വന്നിന്. അങ്ങനെ ഫുഡെല്ലാം സെറ്റാക്കി വെച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുന്നതാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മ മാത്രമേ വന്നിട്ടും, ബറാത്തിൻ്റെ അന്ന് തന്നെയല്ലേ ആക്കിയത്, അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മ മാത്രമേ വന്നിട്ടുണ്ടായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പായസം എല്ലാം കുടിച്ച് അങ്ങനെ ഓളെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പോയി. അതിന് ശേഷം അവർ കൊണ്ടുവന്ന ഫ്രൂട്ടെല്ലാം കുറച്ച് നമുക്കെല്ലാം തന്ന് നമ്മൾ നേരെ നമ്മ ഇന്ന് വേറൊരു തരം പായസം കൂടി വെച്ചിന്. ഇത് കാഞ്ഞങ്ങാട് സ്റ്റൈലിൽ പായസമാണ്. ഇവിടെ കായ്ക്കറി എന്നാണ് ഇതിന് പറയൽ. കടലപ്പരിപ്പ്, പഴം, പച്ചരി, തേങ്ങ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ടിച്ച് ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിന്. അപ്പോൾക്ക് ഞാൻ നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മ പായസം ഉണ്ടാക്കിയിട്ടായിന് ഗൈസ്. ഇനി കുറേ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ട്. ഇനി രാത്രിക്കത്തെ ഫുഡെല്ലാം ഉണ്ടാക്കാനുണ്ട്. രാത്രിയല്ലേ നമുക്ക് പ്രധാനമായിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടത്. നെയ്പ്പത്തലിന് തേങ്ങയും ഉള്ളി ജീരകമെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയിൽ അരച്ചെടുക്കാനാണുള്ളത്. ഇതിപ്പം ഉമ്മാൻ്റെ ആങ്ങളുടെ പെരക്കുന്ന് കൊണ്ടുവന്നതാണ് പായസം. ഇതിലേക്ക് ഈ അരച്ച മിക്സിയിലേക്ക് അരിപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ആക്കുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നെയ്പ്പത്തലിനുള്ള മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബയ്യെ ഇത് ചുടും, നിസ്കരിച്ചിട്ടും മോദിയിട്ടെല്ലാം ആയിട്ടായിട്ട്. എൻ്റെ മക്കൾക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടി ബിരിയാണി എടുത്തിട്ടുള്ളതാണ്. ഇത് നേരത്തെ അളാമാൻ്റെ അണ്ണ കൊണ്ടുവന്ന ബിരിയാണിയാണ്. അങ്ങനെ എൻ്റെ 2 മക്കളും ഉറങ്ങി. എൻ്റെ വലിയ മോനിപ്പം ഇവിടെ പള്ളിയിൽ പോയി നിസ്കരിച്ച് ഓതിയിട്ടെല്ലാം വന്നതാണ്. ഇപ്പം ബിരിയാണിയെല്ലാം വേവിച്ച് ഉറങ്ങാൻ നോക്കുന്നതാണ് ഗൈസ്. പായസമെല്ലാം കഴിഞ്ഞു ഗൈസ്. കുറേ പായസം ഉണ്ടായിന്. അതെല്ലാം എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സിന് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി.
ഉമ്മ നെയ്പ്പത്തൽ ചുടുന്നുള്ളതാണ്. പിള്ളേരെല്ലാം ബിരിയാണിയാന്ന് വെച്ചാൽ അതിനോട് നമുക്ക് മാത്രമേ നെയ്പ്പത്തൽ വേണ്ടൂ. അങ്ങനെ നെയ്പ്പത്തൽ ചുടുന്നുള്ളതാണ്. ഇതെല്ലാമാണ് നമ്മളെ ബറാത്തിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.